യെരൂശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥെസ്ദ എന്ന കുളത്തിന്റെ കരയിൽ ഒരു മനുഷ്യൻ കിടക്കുകയാണ്. ഹല്ലേലൂയ. അവന് പറയാനാണെങ്കിൽ ഒത്തിരി അനുഭവങ്ങൾ കാണുമല്ലേ. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം തന്നെ തന്റെ 30-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ യേശു ജനിക്കുന്നതിന് മുൻപേ കിടന്ന മനുഷ്യനാണ്. അവൻ യേശു ജനിക്കുന്നതിന് മുൻപേ ഈ മനുഷ്യനി അവൻ കുളക്കരയിൽ കിടപ്പ് തുടങ്ങിയത്. അവൻ സ്തോത്രം. യേശു ആ മനുഷ്യനെ കണ്ടിട്ട് തന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ഒരു പക്ഷേ ആ മനുഷ്യന് പറയാ, നീ ജനിക്കുന്നതിന് മുൻപേ ഞാൻ ഇവിടെ കിടക്കാൻ തുടങ്ങിയത്. ഈ ഭൂമിയിലേക്ക് അവൻ ജനിക്കുന്നതിന് മുൻപേ അവൻ അനുഭവമുള്ളവനാണ്. ഇനി എനിക്ക് അതിനകത്ത് ഒരു മറുപടി ലഭിക്കുവാൻ സാധ്യമില്ലെന്നൊക്കെ ഒരു പക്ഷെ അവന് പറയാം. നാളുകളായി നീ പ്രാർത്ഥിച്ചിട്ടോ, നാളുകളായി പലരുടെ മുൻപിൽ നീ ആമേൻ സ്തോത്രം കൈ നീട്ടിയിട്ടോ, നാളുകളായി പല വാതിലുകൾ നീ മുട്ടിയിട്ടോ, അതിനൊരു മറുപടി ലഭിക്കാതെ, അതിനൊരു മാറ്റം കാണുവാൻ കഴിയാതെ പരിശ്രമങ്ങളിൽ പരാജിതനായി അവൻ ശ്രമം ഉപേക്ഷിച്ചിരിക്കുന്ന വ്യക്തിയോട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുക, മനസ്സുകൊണ്ട് നിരാശപ്പെട്ടു പോകാതെ അതിനുവേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. നിനക്കൊരുക്കമാണെങ്കിൽ നിന്റെ പ്രാർത്ഥനയെ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന്, നിന്റെ കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന്, നിനക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയ. ആ മനുഷ്യനോട് കർത്താവ് പറയാ, നീ എഴുന്നേറ്റ് കിടക്കിലെടുത്ത് നടക്കാം. അവന്റെ പരിശ്രമം കണ്ടിട്ടാ യേശു പറയുന്നത്. യേശുവിനോട് അവൻ പറഞ്ഞ മറുപടി, എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്കാരുമില്ല. ഒരു പക്ഷെ നിനക്കാരുമില്ലാത്തവനായിരിക്കാം, ഒന്ന് കൈത്താങ്കൾ തരുവാൻ ആരുമില്ലാത്തവളായിരിക്കാം, ഒരു ആമേൻ സപ്പോർട്ട് തരുവാൻ ആരും നിനക്കില്ലായിരിക്കാം. എന്നാൽ ആരും നിനക്ക് വേണ്ട. എന്റെ കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ പരാജയത്തെ വിജയമാക്കി തീർക്കുവാൻ ഇടയായിത്തീരും. ആരും സപ്പോർട്ട് പറയാനില്ലെങ്കിലും, ആരും കൈത്താങ്കൾ തരുവാനില്ലെങ്കിലും, ആരും ഒന്ന് നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാനില്ലെങ്കിലും, എന്റെ അരുമനാഥനാകുന്ന കർത്താവ് നിനക്കൊപ്പമുണ്ടെങ്കിൽ, നിന്നോടൊപ്പമുണ്ടെങ്കിൽ അവൻ മതി നമുക്ക്. ഇനി ഒരു വിടുതൽ കാണത്തില്ല, ഇനി ഒരു മറുപടി ഉണ്ടാകത്തില്ലെന്ന് പലരും എഴുതിയ മണ്ഡലമായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ ബലഹീനതയുടെ മേൽ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയുണ്ടെന്ന്. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. ഹല്ലേലൂയ. ആ ദൈവശക്തിയാണ് അവിടെ കൽപ്പിക്കപ്പെട്ടത്. എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കാം. ആമേ കഴിഞ്ഞ 38 വർഷം ഒരു വിഷയത്തിന് തന്നെ പരിശ്രമിച്ച് പരാജയപ്പെട്ട് എല്ലാവരും തള്ളിക്കളഞ്ഞ് കൂട്ടക്കാരും വീട്ടുകാരും ബന്ധക്കാരും ഒക്കെ അവൻ കൈയൊഴിഞ്ഞവനായിട്ട് 38 വർഷമായിട്ട് കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യന്റെ പരിശ്രമങ്ങളെ കണ്ടുകൊണ്ട് എന്റെ യേശു അവന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് അവനോട് പറയുക, എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നടക്ക്. നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിനക്ക് വിടുതൽ പ്രാപിപ്പാൻ മനസ്സുണ്ടോ? നിനക്ക് അനുഗ്രഹം പ്രാപിപ്പാൻ മനസ്സുണ്ടോ? എഴുന്നേൽക്കുക, നിന്റെ കിടക്കെടുത്ത് നടക്കുക. ഇന്ന് പകൽക്കാലം ഈ വചനത്താൽ ദൈവം നമ്മെ ബലപ്പെടുത്താം.